179 പേരുടെ ജീവനെടുത്ത ജെജു എയർ വിമാനാപകടത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് ദക്ഷിണ കൊറിയൻ അധികൃതർ വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലും പക്ഷികളുടെ DNA സാന്നിധ്യം കണ്ടെത്തി. എഞ്ചിനുകളിൽ പക്ഷിക്കൂട്ടം ഇടിച്ചതാകാം അപകട കാരണമെന്ന സാധ്യതയ്ക്ക് ബലം നൽകുന്നതാണ് കണ്ടെത്തൽ. ഡിസംബർ 29 ബാങ്കോക്കിൽ നിന്ന് 175 യാത്രക്കാരുമായി ദക്ഷിണ കൊറിയയിലേക്ക് എത്തിയ ജെജു എയറിന്റെ ബോയിങ് 737-800 വിമാനം മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേയുടെ മതിലിടിച്ച് തകർന്നത്. യാത്രക്കാരെല്ലാവരും കൊല്ലപ്പെട്ട അപകടത്തിൽ വിമാന ജീവനക്കാരായ 2 പേർ മാത്രമാണ് അതിജീവിച്ചത്. ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമ ദുരന്തമായി മാറിയ അപകടത്തിൽ ഒരു മാസത്തിനു ശേഷമാണ് 6 പേജുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നത്. പ്രാഥമിക വിവരശേഖരണം അടങ്ങുന്ന റിപ്പോർട്ടിൽ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പക്ഷികളുടെ DNA സാന്നിധ്യമുള്ളതായി കണ്ടെത്തിയിരുന്നു. ശൈത്യകാലത്ത് ദക്ഷിണ കൊറിയയിലേക്ക് കൂട്ടമായി എത്തുന്ന ദേശാടനക്കിളികളായ ബൈക്കൽ ടീൽസ് എന്ന പക്ഷിയുടെ തൂവലടക്കം അവശിഷ്ടങ്ങൾ വിമാനത്തിന്റെ എഞ്ചിനുകളിൽ നിന്നും കണ്ടെത്തി. ഇതോടെ എഞ്ചിനുകളിൽ പക്ഷിക്കൂട്ടം ഇടിച്ചതാണ് അപകട കാരണമെന്ന സാധ്യതയിലേക്ക് ബലമേറുകയാണ്. അപകടത്തിന് മുന്നോടിയായി വിമാനത്തിൽ പക്ഷിക്കൂട്ടം ഇടിച്ചതായി പൈലറ്റുമാർ അടിയന്തര സന്ദേശം കൈമാറുകയും ചെയ്തിരുന്നു. ഇതിലൂടെ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും തകരാറിലാകാനുള്ള സാധ്യത അപൂർവമാണെങ്കിലും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കവേ ബെല്ലി ലാൻഡിംഗ് നടത്തിയ വിമാനം റൺവേയിലെ നാവിഗേഷൻ സംവിധാനമായ ലോക്കലൈസറും നാവിഗേഷന്റെ ആന്റിന പ്രവർത്തിച്ചിരുന്ന കോൺക്രീറ്റ് നിർമ്മിതിയും അടങ്ങുന്ന മതിലിടിച്ചാണ് തകർന്നത്. വിമാനത്തിന്റെ 2 എഞ്ചിനുകളും മണ്ണിൽ പൂഴ്ന്ന നിലയിലായിരുന്നു. റൺവേയിലേക്ക് എത്തുന്ന വിമാനത്തിന്റെ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള ലോക്കലൈസർ റൺവേയുടെ അവസാനം സ്ഥാപിച്ചതടക്കം റൺവേ നിർമ്മാണത്തിലുണ്ടായിരുന്ന അപാകത ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതായാണ് വ്യോമയാന വിദഗ്ധരുടെ നിരീക്ഷണം. അതേസമയം വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ പ്രവർത്തനക്ഷമമല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് റൺവേയുടെ അവസാന ഭാഗത്ത് ലാൻഡിങ്ങിന് ശ്രമിച്ചത് എന്നതടക്കം നിർണായക ചോദ്യങ്ങളിൽ പലതിനും പ്രാഥമിക റിപ്പോർട്ടിൽ ഉത്തരമില്ല. സാധാരണ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വോയിസ് ഡേറ്റ റെക്കോർഡിങ്ങുകൾ അപകട കാരണം നിർണ്ണയിക്കാൻ സുപ്രധാന തെളിവുകളാണ്. എന്നാൽ അപകടത്തിന് 4 മിനിറ്റ് മുമ്പ് മുതൽ തന്നെ ബ്ലാക്ക് ബോക്സിലെ ബാക്കപ്പ് റെക്കോർഡിംഗ് അടക്കം നിലച്ചിരുന്നു. എന്നാൽ റെക്കോർഡിംഗ് നിലച്ചതായി അലേർട്ടുകളൊന്നും എയർ ട്രാഫിക് കൺട്രോളിന് ലഭിച്ചിട്ടുമില്ല. 1 വർഷത്തിനുള്ളിൽ ഈ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്തിക്കൊണ്ടുള്ള അന്തിമ റിപ്പോർട്ട് പുറത്തുവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.